നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ദീപ്തി ടീച്ചർ ഇട്ട ഒരു വീഡിയോയുടെ റിയാക്ഷൻ വീഡിയോ ആണ്. ദീപ്തി ടീച്ചർ നെഗറ്റീവ് കമൻറ്റിനെതിരെ കേസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ടീച്ചറിനോട് എല്ലാവരും നെഗറ്റീവ് കമൻറ്റ് മൈൻഡ് ചെയ്യേണ്ട, അത് വിട്ടേരെന്നുള്ള ഉപദേശമാണ്. പക്ഷേ ടീച്ചർ ഇതിൻ്റെ പുറത്ത് വളരെയധികം മാനസിക ടെൻഷൻ അനുഭവിക്കുന്നുണ്ട്. അവരുടെ അമ്മയ്ക്ക് ഇത് കാണുമ്പോൾ വിഷമമുണ്ട്. അത് തന്നെയല്ല, അതിപ്പോൾ എൻ്റെയൊക്കെ ചാനലിൽ വരുന്ന പോലെ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു അത് ഡിലീറ്റ് ചെയ്ത് അവിടെ തരും, അങ്ങനെയല്ല. ഇത് നിരന്തരം ഒരാൾ പുറകെ നടന്ന് ടോർച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത് ടീച്ചറിനെ. അതിലുപരി അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ ദീപ്തി ടീച്ചറിൻ്റെ കൂടെയുള്ള വ്യക്തിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞത് കാണുമ്പോൾ ടീച്ചർ ചോദിക്കുന്ന പ്രായമുള്ള അമ്മമാരും ഒക്കെ ഈ കമൻറ്റുകൾ കാണുമ്പം റിയാക്ഷൻ ചാനലുകളിലാണ് അവർ കൊണ്ട് ഈ കമൻറ്റ് ഇടുന്നത്. ഇവരുടെ ചാനലിൽ ഇടുന്ന ഇവർക്ക് ഡിലീറ്റ് ആക്കി കളയാം. റിയാക്ഷൻ ചാനലിൽ കൊണ്ടിടുമ്പോൾ അവരത് പല ചാനലുകാരും ഡിലീറ്റ് ആക്കത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെയല്ല കേട്ടോ. വ്യൂസ് ഒന്നും കുറഞ്ഞാലും എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എനിക്കിഷ്ടമില്ലാത്ത കമൻറ്റ് കണ്ടാൽ ഞാൻ ഡിലീറ്റ് ആക്കി കളയും. എൻ്റെ ചാനലിലും ഇതേപോലെ തന്നെ റിയാക്ഷൻ ഇട്ടപ്പോൾ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ദീപ്തി ടീച്ചറിന് ഇവൾക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, അവളെവിടെ പോയി എന്നൊക്കെയുള്ള ചോദ്യവും ഓരോന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കറിയത്തില്ല, അല്ലെ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. ഞാൻ ഡിലീറ്റ് ആക്കി കളയും, കമൻറ്റ് കളയും. വെറുതെ എന്തിനാണ് അങ്ങനെ ഇട്ടേക്കുന്ന ഒരു വിചാരം. അപ്പോൾ ദീപ്തി ടീച്ചർ ഇപ്പോൾ വന്നിട്ട് പുള്ളിക്കാരത്തിക്ക് ആ ദീപ്തി ടീച്ചർ എന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു യൂട്യൂബറായിട്ടല്ല ശരിക്കും പറഞ്ഞാൽ. അവരൊരു ചാരിറ്റി പ്രവർത്തകയാണ്. ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. അവരെ കൊണ്ട് കഴിയാവുന്ന സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നതിന് മുന്നേ ഒരാൾക്കൊരു സഹായം ചെയ്തിരിക്കുക എന്നുള്ള ആ ഒരു തിയറിയുടെ പുറത്ത് വിശ്വസിച്ച് അങ്ങനെ പ്രവർത്തിച്ച് പോകുന്ന ഒരു സ്ത്രീ. ഇവർക്ക് ഒരു സ്ത്രീക്ക് വെറുതെ അവരോടൊരു അസൂയ തോന്നിയതിൻ്റെ പുറത്ത്, അവരെ പോലെ ആകാൻ പറ്റാത്തതിൻ്റെ പുറത്തുണ്ടായ ഒരു അസൂയയുടെ പുറത്ത് നിരന്തരം അവരുടെ പുറകെ നടന്ന് അവരെ ടോർച്ചർ ചെയ്ത് അവരെ പറ്റി അവർ വ്യഭിചാരിയാണെന്ന് പറയും. ഈ വ്യഭിചാരി എന്ന വാക്ക് വളരെ കൂളായിട്ട് കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ അങ്ങോട്ട് എഴുതി വിടുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടെ മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കാനല്ല അവരെഴുതുന്നത്. എന്നാലും നമ്മൾ ആ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ ഒരു എന്താണ് പവർ എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണം. ഈ എഴുതിയിടുന്ന അവരെയോ അവരുടെ പെൺമക്കളുണ്ടെങ്കിൽ അവരെയോ തിരിച്ച് വ്യഭിചാരി എന്ന് വിളിക്കുമ്പോഴാണ് ആ വാക്കിൻ്റെ അർത്ഥം അവർക്ക് പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. മാന്യമായിട്ട് കുടുംബമായിട്ട് നല്ല മാതൃകയായിട്ട് ജീവിക്കുന്ന സ്ത്രീയെ കയറി വ്യഭിചാരി എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. തുടരെ പുട്ടിന് പീരയിടുന്ന പോലെ തുടരെ കമൻറ്റിൻ്റെ ഇടയിലെല്ലാം വ്യഭിചാരി എന്നുള്ള കമൻറ്റ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. ഇവരെ വിറ്റ് അവരുടെ വീട്ടുകാർ കഴിയുന്നു. ഭർത്താവിനെ ഉപേക്ഷിച്ച് വ്യഭിചരിച്ച് നടന്നു. വീട്ടുകാർക്ക് ഇവളെ പേടിയാണ്. അത് കഴിഞ്ഞ് ഇവൾക്ക് കാമുകനുണ്ടായി, പിന്നെ ഗർഭിണിയായി, എന്തൊക്കെയോ അങ്ങനെ കമൻറ്റ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പം ദീപ്തി ടീച്ചർ ഏതായാലും അവർക്ക് നല്ല പിടിപാടൊക്കെയുള്ള ഇതിനൊരു തീരുമാനമാക്കുക. അത് തന്നെയല്ല, ഇവരെ തേടി വീട്ടിൽ ചെന്ന് അവരുടെ മുന്നിൽ നിൽക്കും. ഈ അടുത്ത് സാറാന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഒരു ചെറുക്കൻ ഇതുപോലെ വൃത്തിയായിട്ട് കമൻറ്റ് ഇട്ടിട്ട് അവൻ്റെ വീട് അന്വേഷിച്ച് പോയി. അവൻ്റെ അമ്മയും പെങ്ങളെ എല്ലാം വിളിച്ചു. അമ്മയും പെങ്ങളും ഒക്കെ അപ്പോൾ കണക്കായിരുന്നു. അവനെ പോലെ തന്നെ സംസാരിച്ചു. വിളിച്ചിറക്കി പോലീസിൻ്റെ സഹായത്തോടെ വീട്ടിൽ ചെന്ന് മുട്ടി. അപ്പോഴേ വാതിൽ ഓർക്കുന്ന അമ്മയും പെങ്ങളോടൊക്കെ മകൻ ഇട്ട കമൻറ്റ് വായിച്ചു കൊടുത്തു. അതിപ്പോൾ അത്രയും നാണക്കേട് അവൻ എന്തുണ്ടാകാനാണ് ലൈഫിൽ. അതേപോലെ ദീപ്തി ടീച്ചർ ഇവരെ അന്വേഷിച്ച് പോകും. അപ്പോൾ ഇട്ട കമൻറ്റ് വീഡിയോയുടെ കുറച്ച് ഭാഗം, ബാക്കി നിങ്ങൾ ടീച്ചറിൻ്റെ ചാനലിൽ നിന്ന് കാണണം കേട്ടോ, മുഴുവൻ കാണണം. ഇത് കുറച്ച് ഭാഗം കാണിക്കാം. റാണി പേര് മേലെ വരും കേട്ടോ. എന്റെ പൊന്നു കുഞ്ഞ്, ആ പെണ്ണുപിള്ളക്ക് മഹാ അഹങ്കാരമാണ്. സ്വന്തം ഭർത്താവിനെ അനുസരിക്കുകയോ അവന് വല്ലതും വെച്ചു കൊടുക്കുകയോ അവൻ വയ്യെങ്കിൽ നോക്കുകയോ ചെയ്യാത്ത അവനെ വേണ്ടെന്നും പറഞ്ഞ് സ്വന്തം വീട്ടിൽ വന്ന് നിന്ന് തന്തയും തള്ളയും കബളിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരുത്തനെ പണിക്ക് കൊണ്ടുവന്നു. അവളുടെ കാമുകനെ രംഗത്തെത്തിച്ചു. പിന്നെ അവനുമായി ലോകം മൊത്തം അവരെ ആ കൂട്ടിട്ടൊരു പദം ലോകം മൊത്തം നടന്നു. അതിനിടയ്ക്കാണ് അവൾ യൂട്യൂബ് നന്നായി റീച്ച് ആകാൻ വേണ്ടി കുറച്ച് ആദിവാസികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് അത് നല്ലതാണെന്ന് പറഞ്ഞ് ലോകം മൊത്തമുള്ള ആളുകളുടെ പൈസ അയച്ചു കൊടുത്ത് അങ്ങോട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു ലോകം മൊത്തമുള്ള ആളുകൾ പൈസ അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പോഴാണ് അവൾക്ക് തോന്നിയത് അടുത്ത പണി എന്താണ്, ഭർത്താവ് എന്ന് പറയുന്നവരെ വേണ്ടെന്ന് വെക്കുക. അവൻ വലിയ ശല്യമാണെന്ന് പറഞ്ഞ് അവനെ ഒഴിവാക്കുക. എന്നിട്ട് കാമുകനുമായി വ്യഭിചരിച്ച് നടക്കുക, കുട്ടികൾ കാണുക. അവസാനം കാമുകന് വേണ്ട വേറെ കല്യാണം കഴിക്കാൻ പോവുക എന്ന് പറഞ്ഞ് സ്റ്റാൻഡ് ഇറക്കി. ഇതിനൊക്കെ ശേഷം അവൾക്ക് പ്രസക്തി കിട്ടുവാൻ വേണ്ടി എന്തെങ്കിലും മാർഗം ഉണ്ടെന്ന് തിരക്ക് മര്യാദക്കൊക്കെ ടൈപ്പ് ചെയ്തിട്ട് പെണ്ണുപിള്ളേ തിരക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഏതൊക്കെയോ പെൺകുട്ടികൾ കാട്ടിൽ അഭിഹിതമായി ഗർഭമുണ്ടാക്കി എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം കാമുകനുമായുള്ള വ്യഭിചാര കഥകൾ പുറത്തായപ്പോൾ കമന്റുകളിലൂടെ നാട്ടുകാർ അയച്ച് ചോദിച്ചപ്പോൾ തുടങ്ങി ഇവൾ ഗർഭിണിയാണോ. അവസാനം അതിൽ
അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവൾ പറഞ്ഞു കാമുകനെ കല്യാണം കഴിക്കാൻ പോവാണ്. വീട്ടുകാർ സമ്മതിച്ചു. കാമുകന്റെ വീട്ടുകാർക്ക് അല്ല എനിക്ക് അതായത് ഞാൻ നിലവിൽ ഗർഭിണിയാണ്. മനസ്സിലായില്ല. ഞാൻ വ്യഭിചരിച്ച് നടന്ന് ഇങ്ങനെ ഗർഭിണിയായി. അത് മറയ്ക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കാമുകനെ വിവാഹം കഴിക്കുന്നു. ഇവർ കമൻ്റ് ഇട്ട് വെച്ചതിൻ്റെ അകത്ത് എത്ര വട്ടം ഇവർ വ്യഭിചാരം എന്നുള്ള വാക്ക് പറയുന്നു. പിന്നെ ഇവർ കഥാകൃത്താണോ? ഈ കഥ എഴുതുന്ന പോലെ അങ്ങ് എഴുതി പിടിപ്പിച്ചിരിക്കുക, നീണ്ട കമൻ്റ് ഇങ്ങനെ എഴുതി പിടിപ്പിച്ചിരിക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒരു താങ്ങൂടെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നാന്ന്. അപ്പോൾ ഇനി ഒരു 100 പേര് അത് വായിക്കുന്നിടത്തൊരു 5 പേരെങ്കിലും ഇവർ പറഞ്ഞ വല്ല സത്യമുണ്ടോ, ഇവർ ദീപ്തി ടീച്ചറിൻ്റെ കൂടെ ഉള്ളതാണോ എന്നുള്ളൊരു വിചാരം വരെ അതിനാണ് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആ കമൻ്റ് ഇട്ട സ്ത്രീക്ക് ദീപ്തി ടീച്ചറിനെ അറിയോ ഇല്ല, ഒന്നുമില്ല. വെറുതെ തോന്നുന്ന സ്ത്രീ സഹജമായ ഒരു അസൂയ. ചിലപ്പോൾ അതായിരിക്കുള്ളൂ. ഇനി അന്വേഷിച്ച് ദീപ്തി ടീച്ചർ ചെല്ലുമ്പോൾ അറിയാം. ഇപ്പോൾ പലയിടത്തും കമൻ്റ് ഇട്ടതിൻ്റെ പേരിലും പലരും അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പം വളരെ വൃത്തികെട്ട കമൻ്റൊക്കെ ഇട്ട് അന്വേഷിച്ച് ചെന്ന് കഴിയുമ്പം 10-70 വയസ്സുള്ള ആൾക്കാരായിരിക്കും. ഒരു തല്ല് പോലും കൊടുക്കാൻ പറ്റാൻ ആരോഗ്യമില്ലാത്ത ആൾക്കാരായിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ പലരും വീട് അന്വേഷിച്ച് ചെന്നപ്പോൾ 60 വയസ്സ് 70 വയസ്സുള്ള കണ്ടപ്പോഴേ മാപ്പ് പറഞ്ഞ് കാലയിലോട്ട് വീഴുന്ന സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയുണ്ട്. പിന്നെ ഈ അടുത്തൊക്കെ ഒത്തിരി നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്നുണ്ട് കമൻറ്റിൻ്റെ പേര് അടിക്കാൻ ഓടിച്ചിരുന്നതും അതും ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് ചോദിച്ചാൽ ഈ കമൻ്റ് ഇടുമ്പം ഫേക്ക് ഐ ഡി ഉണ്ടാവാം. അല്ലെങ്കിൽ ഇതിപ്പോൾ ഫേക്ക് ഐ ഡി ആണെങ്കിലും സൈബർ സെല്ലിൽ കൊടുത്ത് ഒറിജിനൽ ഐ ഡി കണ്ടെത്തും കേട്ടോ. ഒറിജിനൽ ആളെ കണ്ടെത്താൻ പറ്റും ഫേക്ക് ഐ ഡി ആണെങ്കിലും. അപ്പോൾ ഈ 4 ചുവരുകൾക്കുള്ളിലിരുന്നാണ് ഈ കമൻ്റ് ഇടുന്നത്. അപ്പം നമുക്കൊന്നും പേടിക്കാനില്ലല്ലോ. നമ്മൾ ആരറിയാനാണ്? നാളെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ മുറിക്കുള്ളിലിരുന്ന് കമൻ്റ് ഇടുന്നു. അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും കൂടെ തോന്നുന്നു. ആഹാ, അവരെ മറ്റേ മോഹൻലാൽ ഒരു സിനിമ പറഞ്ഞു അപ്പനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു എന്താ സമാധാനം എന്ന് ചോദിക്കല്ലേ. അതൊരു കോമഡി ആയിട്ടാണ്. പക്ഷേ ഇവിടെ പലരും ചെയ്യുന്ന അങ്ങനെയാണ്. 4 തെറി എഴുതി കഴിയുമ്പോഴത്തേനും ഒരു സമാധാനം. ബാക്കിയൊക്കെ അയച്ചു തരണം. ഇത് നോക്കി ചേച്ചി തന്നെ എത്രയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മളെപ്പറ്റി നമ്മൾ പോസിറ്റീവായിട്ട് പ്രതികരിക്കണം, എന്ത് വന്നാലും ഫേസ് ചെയ്യണം. അല്ലെങ്കിൽ തന്നെ നമ്മളെപ്പറ്റി പറയാനുള്ള അവകാശം നമുക്ക് മാത്രമേ ഉള്ളൂ, നമ്മളാണ് നമ്മുടെ ജീവിതം എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഇതിങ്ങനൊരു സംഭവം വന്നിട്ട് എന്താ വിടാഞ്ഞെന്ന്. അപ്പോൾ ദൈവം സഹായിച്ച് നമുക്ക് ഒരുപാട് കോണ്ടാക്ട് യൂട്യൂബ് ചാനൽ വഴി വന്നിട്ടുണ്ട്. ആ കോണ്ടാക്റ്റുകളുടെ ഇതിൽ പ്രകാരം അത്യാവശ്യം എല്ലാ ഫീൽഡിലും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ആൾക്കാരുമായിട്ട് നല്ല പരിചയമുണ്ട്. സൈബർ സെല്ലായാലും പോലീസ് വകുപ്പിലായാലും എല്ലാം ഹൈ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് ഒരാവശ്യം വന്നാൽ പോയി മാന്യമായി സംസാരിച്ച് കാര്യങ്ങൾക്കൊരു പരിധി വരെ നമുക്ക് തീർപ്പാക്കാൻ പറ്റും എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ഫയൽ ചെയ്തിട്ട് നമ്മൾ നിയമപരമായിട്ട് നാളെ രാവിലെ കൈമാറാനുള്ള ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ ക്രിസ്മസിൻ്റെ അവധിയല്ലേ. അപ്പോൾ രാവിലെ നമ്മളത് കൊടുക്കും. അത് പറ്റാവുന്നിടത്തോളം നമ്മൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ നമ്മളത് കൊടുക്കും. പറ്റിയാൽ ഞാൻ ഇങ്ങനെ വീട്ടിൽ അമ്മൂനെയും കൂട്ടിയിട്ട് വന്ന് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഞാൻ ചോദിക്കും. പക്ഷേ എനിക്കിതിൽ ഇഷ്ടപ്പെട്ട പുള്ളിക്കാരി ഇട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിട്ട സകല വീഡിയോയുടെയും കണ്ണ്, അതായത് നമ്മൾ എത്ര വീഡിയോ ഇട്ടിട്ടുണ്ടെന്നുള്ളത് പുള്ളിക്കാരുടെ കമന്റ് വായിച്ചാൽ മനസ്സിലാവും. എല്ലാ വീഡിയോ നമ്മളൊക്കെ നെഗറ്റീവ് ഒക്കെ വിട്ടതാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, കുറെ മാസങ്ങളായിട്ട് നമ്മൾ അവർ പറഞ്ഞ മനസ്സിലായല്ലോ. കേസിൻ്റെ വഴിയെ പോയത് തന്നെയല്ല, അമ്മൂനെയും കൂട്ടി ഞാൻ മുന്നിൽ വന്ന് നിൽക്കും. ഒന്നാമതായിട്ട് ഈ ദീപ്തി ടീച്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യത്തിലേറെ വിൽ പവർ ഉള്ള ഒരു സ്ത്രീയാണ്. പിന്നെ അതേപോലെ തന്നെ അവർ ഒരിക്കലൊക്കെ മോട്ടിവേഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിൽ ജീവിക്കണം, മറ്റുള്ളവർ എന്ത് വിചാരിക്കും അയ്യോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ നമുക്കിഷ്ടമുള്ള വേഷം ഇടാതിരിക്കുമോ, അല്ലെ മറ്റുള്ളവരെന്ത് നമ്മളിങ്ങനെ പ്രവർത്തിച്ചാൽ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്ന കരുതി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കുമോ, അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ജീവിതമേ ഉള്ളൂ, നമുക്കിഷ്ടമുള്ള പോലെ നമ്മൾ ജീവിക്കണമെന്ന് പറയുന്ന സ്ത്രീയാണ് ദീപ്തി ടീച്ചർ. രണ്ടാമത് ഈ ആദിവാസികളെയൊക്കെ ആണെങ്കിലും ഇന്നാളിപ്പോൾ പ്രഗ്നൻ്റ് ആയ പെങ്കൊച്ചിനെ കാണാനും അവരുടെ ആ കാട്ടിലേക്ക് കയറിയൊക്കെ പോകണമെങ്കിൽ അത്യാവശ്യം ധൈര്യം വേണം. ഈ ഒരു ഫീൽഡിൽ ചാരിറ്റി ആയിട്ട് ഇറങ്ങുമ്പോഴും ഇഷ്ടം പോലെ ക്രൂരമ്പുകൾ ഇങ്ങോട്ട് വരുമെന്നറിയാം. അതിനെയൊക്കെ തരണം ചെയ്ത് നിൽക്കാനുള്ള വിൽ പവറുള്ള സ്ത്രീ. അവരെയാണ് ഇവർ പോയി തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അത് 1ഉം 2ഉം തോണ്ടലല്ല, ഇവർ ഇട്ടിരിക്കുന്ന എല്ലാ കമൻറ്റും ഇവരുടെ പുറകെ ദീപ്തി ടീച്ചർ ഉണ്ടായിരുന്നു. ദീപ്തി ടീച്ചർ ആ വാക്ക് സിനിമയിൽ പറയുന്നുണ്ട്. ഇവർ വിചാരിച്ചിരിക്കുന്നത് ദീപ്തി ടീച്ചറിൻ്റെ പുറകെ ഇവരാണ് നടക്കുന്നത്. ഇട്ട വീഡിയോയിലെല്ലാം നടന്ന് കമൻറ്റ് ഇടുക, ഇട്ട റിയാക്ഷന് മുഴുവൻ പോയി കമൻറ്റ് ഇടുക. ദീപ്തി ടീച്ചറിൻ്റെ പുറകെ ഇവർ
പേര് നടക്കുന്നത്. പക്ഷേ ടീച്ചർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളല്ല എൻ്റെ പുറകെയാണെന്ന്, നിങ്ങളുടെ പുറകെ ഞാനുണ്ടായിരുന്നു എന്ന്. അതിൽ നിന്ന് ടീച്ചറിനെ വ്യത്യസ്തയാക്കുന്നുണ്ട് മറ്റുള്ള മനുഷ്യരിൽ നിന്ന്. ടീച്ചർ ഇവരെവിടെയെല്ലാം കമൻറ്റ് ഇട്ടിട്ടുണ്ടോ, റിയാക്ഷൻ ചാനലുണ്ട്, റിയാക്ഷൻ ഒന്നും കേൾക്കില്ല, കമൻറ്റ് ബോക്സിൽ ഇവരുടെ കമൻറ്റ് ഉണ്ടോയെന്നാണ് നോക്കി അതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവരിട്ടെടുത്തു. ഇവർ പിന്നെ ഡിലീറ്റ് ആക്കിയിട്ട് കാര്യമില്ല, അതിന് മുന്നേ എടുത്തു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് കേസിന് പോകുമ്പം ഇവർക്കുള്ള എല്ലാവിധ നിയമവും ചുറ്റി പൂട്ടി കെട്ടി ഇരിക്കും ഉറപ്പായിട്ട്. അതിലുപരി നാണക്കേടും. കാരണം ഇത് സോഷ്യൽ മീഡിയ പുള്ളിക്കാരത്തി ദീപ്തി ടീച്ചർ കണ്ടുപിടിച്ച സോഷ്യൽ മീഡിയ ഇടുകയല്ലേ, തീർച്ചയായിട്ടും ഇടും. അപ്പോൾ അതും നാണക്കേട്. ബാക്കി കേൾക്കാം. എൻ്റെ ആങ്ങളെന്നെ അച്ചാച്ചിനെ പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കും തോന്നി. അത്യാവശ്യ കാര്യത്തിലൊക്കെ തമാശ രീതിയിൽ ഞാൻ എടുക്കും, അതൊക്കെ പോട്ടെ, കേട്ടറിവില്ലാത്ത കാര്യം. ഇവർ പലയിടത്തും പറഞ്ഞ എന്താണെന്നറിയാം, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ, അവർക്ക് അത്രയ്ക്കും നന്നായിട്ട് എന്നെ അറിയാം. അങ്ങനെ പറയുമ്പോൾ കുറച്ച് പ്രായം ചെന്നവരാണെന്ന് പറഞ്ഞാലും വിശ്വസിച്ച് പോകും. അത് പറയാം. പിന്നെ എൻ്റെ അച്ഛനും ആങ്ങളെയും പിന്നെ എന്തോ എന്നെ കൊണ്ട് കുറച്ച് വരുമാനം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. റാണി ചേച്ചി ഇടനില നിന്നെല്ലാം റെഡിയാക്കി തരുന്നത്. അത് ഞാൻ വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി, കാരണം നമ്മൾ തമ്മിൽ എന്തോ ഒരു പിന്നെ യൂട്യൂബിൽ നിന്ന് ഞാൻ പണം അങ്ങോട്ട് കൊടുത്തെന്നാ എഴുതി വിട്ടിരിക്കുന്നത്. ഞാൻ ചേച്ചിയോട് പറഞ്ഞല്ലേ ഈ മാസം എല്ലാവരും അയച്ചിരുന്ന പൈസ തരാൻ പറ്റത്തില്ല, എൻ്റെ കല്യാണമൊക്കെ വരുവാ, ചിലവുണ്ട്, ഇത്തിരി അങ്ങോട്ട് കുറഞ്ഞാനാണ്, 5-6 രൂപ കുറഞ്ഞാനാണ് ചേച്ചി ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ ഉള്ളതിൽ ഞാൻ കൃത്യമായിട്ട് ചേച്ചിക്ക് തന്നില്ലേ, എന്തോ ചേച്ചി ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? എന്തോന്ന് ചേച്ചിക്ക് ക്ലയൻറ്റ് ഇല്ലാത്തപ്പോൾ മാത്രമല്ലേ ചേച്ചി ഞാൻ ഇതിലോട്ടൊക്കെ വരുള്ളൂ? വ്യഭിചാരത്തിന്റെ അർത്ഥം നമുക്കറിയണ്ടേ ചേച്ചി? ഞാൻ പറഞ്ഞില്ല, നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങണം കേട്ടോ. ഇനി ആരൊക്കെ നെഗറ്റീവ് കമന്റ് നെഗ്ലക്ട് ചെയ്തൂടെ എന്ന് പറഞ്ഞാലും ഒരു പരിധിക്കപ്പുറം നമുക്ക് ഒരാളെ എന്റർടൈൻ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ ഓർത്തോ, നിങ്ങളൊന്ന് ഓർത്തോ, ഈ നെഗറ്റീവ് കമന്റ് നെഗ്ലക്ട് ചെയ്യാൻ പറയാം. നിങ്ങളുടെ വീടിനടുത്തൊരു സ്ത്രീയോ പുരുഷനോ നിങ്ങളെപ്പറ്റി മോശമായി ചുറ്റിനുള്ളവരോട് എല്ലാം പറഞ്ഞു നടക്കുക, വളരെ മോശമായിട്ട് നിങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്നവരാണോ? അങ്ങനെയുള്ളവരാണെ ഓക്കെ, നെഗറ്റീവ് കമന്റ് വിട്ടോളൂ എന്ന് പറഞ്ഞ് എന്നെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെ എനിക്ക് കൃത്യമായിട്ട് അവരാണെന്ന് മനസ്സിലായി, ഞാൻ അവരെ വെറുതെ വിടില്ല. ഞാൻ പോയിട്ട് ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണെങ്കിലും. ടീച്ചർ അവർക്കിട്ട് റാണി ചേച്ചിക്കിട്ട് നല്ല പണി, നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. ഞാൻ എല്ലാ മാസവും തന്നുകൊണ്ടിരുന്നല്ലോ, ഒന്ന് കുറഞ്ഞതിനാണോ ചേച്ചി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഏതായാലും അവരുടെ കാര്യം ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഇത് പിന്നെ ഈ ദീപ്തി ടീച്ചർ ഈ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് വളരെ നല്ല ഒരു മാതൃകയാണ്. കാരണം സോഷ്യൽ മീഡിയ വന്ന് കാര്യങ്ങൾ പറയുന്ന യൂട്യൂബർമാരെ ഇപ്പം ഞാനൊരു വീഡിയോ ഇടുവാണെങ്കിൽ ചിലർക്കൊന്നും വീഡിയോ എന്താണ് നമ്മൾ അതിൽ പറയുന്നെന്ന് പോലും അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ കാണുന്നു പോലുമില്ല. അവർക്ക് ഓൾറെഡി നമ്മളോടൊരു കലിപ്പായിരിക്കും. അപ്പോൾ ആ കലിപ്പ് വെച്ച് നമ്മൾ പറയുന്നൊന്നും കേൾക്കാതെ വായി തോന്നിയത് ഒരു കമൻറ്റ് രൂപത്തിയിട്ട് അല്ലെ പരിഹസിച്ചിട്ടിട്ട് 1-2 ഇതോടെ ചിരിക്കുന്ന ചിഹ്നമൊക്കെ ഇട്ടേച്ച് പരിഹസിച്ച് അവരുടെ ഒരു ആത്മസംതൃപ്തി, സ്വന്തമായിട്ടൊരു സംതൃപ്തിക്ക് വേണ്ടി അങ്ങനെ ഇട്ടേച്ചൊരു പോക്കുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇടാനുള്ള ധൈര്യം എന്ന് വെച്ചാൽ അവനവൻ്റെ വീട്ടിൽ അവനവൻ്റെ മുറിയിൽ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി അവനവൻ്റെ കയ്യിലിരിക്കുന്ന ഫോണിൽ ഇടുന്നു, ആരുമില്ല ചോദിക്കാൻ. ഇതിൻ്റെ ഒന്നും പുറകെ പലരും ഇറങ്ങി പുറപ്പെടില്ല. കാരണം നമുക്ക് സമയം വേണം, മെനക്കേട് വേണം, രണ്ടാമത് അല്പം പിടിപാടും ഒക്കെ വേണം, പിന്നെ പൈസ ചിലവാക്കാൻ വേണം. ഇതെല്ലാം വെച്ച് പല യൂട്യൂബേഴ്സും ചെയ്യില്ല. ഞാനൊക്കെ പൊതുവെ ഡിലീറ്റ് ആക്കി അപ്പം തന്നെ വിടത്തേ ഉള്ളൂ. പക്ഷേ ദീപ്തി ടീച്ചറിനെ അവരുടെ അളന്ന ഇത് ശരിയായില്ല. ആ റാണി ദീപ്തി ടീച്ചറിനെ മനസ്സിലാക്കിയത് ശരിയായില്ല. നമുക്കൊക്കെ മനസ്സിലാക്കും ദീപ്തി ടീച്ചറിന് അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ഒരു സ്ത്രീയാണ്, അത് മനസ്സിലാക്കണം. ആളറിഞ്ഞ് വേണം കളിക്കാൻ എന്ന് പറയില്ലേ, എല്ലാ സാധാരണ ആൾക്കാരോട് കളിക്കുന്ന പോലെ എല്ലാവരോടും കളിക്കരുത്, ആളറിഞ്ഞ് വേണം കളിക്കാൻ. ഇതിപ്പോൾ എന്തുണ്ടാകും എന്നുള്ളത് ഇനി വിവരിക്കേണ്ട കാര്യമില്ല. യൂട്യൂബിൽ വൃത്തികെട്ട കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും ഒരു പണി കിട്ടുന്ന രീതിക്ക് ഈ കേസ് മുന്നോട്ട് നീങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. എല്ലാവർക്കും ഒരു മാതൃകയും കൂടെ ആയിട്ടുണ്ട് ദീപ്തി ടീച്ചർ. ശരിക്കും പറഞ്ഞാൽ പ്രതികരിച്ചേ പറ്റുള്ളൂ. കാരണം ഞങ്ങളൊക്കെ അതുപോലെ അനുഭവിക്കുന്നവരാണ്. വെറുതെ എന്തിനാണ് ഇത് പറയുന്നതെന്ന് പോലും അറിയാതെ വെറുതെ ഒരു ദേഷ്യത്തിന് ഒരു രസത്തിന് വായി തോന്നിയതൊക്കെ കമൻറ്റ് ഇടും ആൾക്കാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് അവർ ദീപ്തി ടീച്ചർ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പോയി കണ്ടാൽ കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാകും. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.